ഒരാഴ്ചക്കകം ഗസ വെടിനിർത്തൽ വാർത്ത കേൾക്കാമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഗസയിലെ യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ പോവുകയാണെന്ന് ഇസ്രായേൽ സേനാ മേധാവിയും പ്രഖ്യാപിക്കുന്നു. വടക്കൻ ഗസയിലുള്ളവരെല്ലാം ഉടൻ തെക്കൻ ഗസയിലേക്ക് മാറണമെന്നും IDF ഭീഷണി മുഴക്കി കഴിഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിൻ്റെയും വാഷിംഗ്ടൻ്റെയും ശ്രദ്ധ വീണ്ടും ഗസയിലേക്ക് തിരിയുകയാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയതും മാരകവുമായ യുദ്ധങ്ങളിലൊന്ന് 20 മാസം പിന്നിടുമ്പോൾ ഒരു നിർണായക വഴിത്തിരിവിൽ എത്തുകയാണോ ആണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ അടുത്തയാഴ്ച വെടിനിർത്തൽ സാധ്യമാകും എന്നാണ് ട്രംപ് പറയുന്നത്. വെടിനിർത്തൽ കരാറിനായി പരിശ്രമിക്കുന്ന ചിലരുമായി സംസാരിച്ചതിന് ശേഷമാണ് താൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് എന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരം ഇല്ല എന്നാണ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഓഫീസിൻ്റെ വക്താവ് പ്രതികരിച്ചത്. ഹമാസുമായുള്ള വെടിനിർത്തൽ ഉടമ്പടി മാർച്ചിൽ ഏകപക്ഷീയമായി ലംഘിച്ചാണ് ഗസയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയത്. ഭക്ഷണവും വെള്ളവും തടഞ്ഞ് നിരവധി കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നു. 550 പേരെ ഭക്ഷണത്തിന് വരി നിൽക്കുമ്പോൾ കൊന്നു. ഇതിനെതിരെയെല്ലാമുള്ള വലിയ അന്താരാഷ്ട്ര വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം വരുന്നത്. അതിനിടയിൽ ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിനെതിരെയും യുദ്ധത്തിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുകയാണ്. 2023 ഒക്ടോബർ 7 മുതൽ നെതന്യാഹു തുടങ്ങിവെച്ച ഈ യുദ്ധം ഇറാൻ ആക്രമണത്തോടെ ഇസ്രായേൽ കൂടുതൽ അരക്ഷിതാവസ്ഥയിലെത്തി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. ഇസ്രായേലി ജനത അവിടം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹമാസിൻ്റെ കൈകളിൽ ബന്ദികളായി 20 പേർ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് കരുതുന്നത്. 30ഓളം മൃതദേഹങ്ങളും കിട്ടാനുണ്ട്. ഇറാനുമായി വെടിനിർത്തിയ ശേഷം ഇവരുടെ ബന്ധുക്കൾ അതിശക്തമായാണ് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത്. അതിനു പുറമെ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളും വിചാരണയ്ക്ക് വരികയാണ്. 3 കേസുകളാണ് നെതന്യാഹുവിനെതിരെയുള്ളത്. ഈ കേസുകളിൽ നിയമ നടപടികൾ പുനരാരംഭിക്കുമെന്ന സാഹചര്യം വന്നതോടെ സംരക്ഷണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വരികയും ചെയ്തത് കൗതുകമുള്ള കാര്യമാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ച പോലെ താൻ നെതന്യാഹുവിനെയും സംരക്ഷിക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാജ കേസുകളിലൂടെ US-ൽ തന്നെ വേട്ടയാടിയ പോലെ നെതന്യാഹുവിനെയും വേട്ടയാടുന്നു എന്ന് ട്രംപ് പറയുന്നു. നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ ജുഡീഷ്യറി നീങ്ങിയാൽ ഇസ്രായേൽ വർഷം തോറും നൽകുന്ന $3.8 ബില്യൺ US സൈനിക സഹായം നിർത്തിവെക്കും എന്നും ട്രംപിൻ്റെ ഭീഷണി വന്നു. ട്രംപ് നെതന്യാഹുവിനെ ഇപ്പോൾ പിന്തുണക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് നെതന്യാഹുവിനെ കൊണ്ടുവരാനാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. നെതന്യാഹു ഇപ്പോൾ ഹമാസുമായി ഒരു കരാർ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണുള്ളത്. അതിൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതും ഉൾപ്പെടുന്നു. ഈ സമയത്തല്ല നെതന്യാഹുവിനെ വിചാരണ ചെയ്യേണ്ടത് എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെ പോസ്റ്റ്. അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഇയാസ് സമീറിൻ്റെ മറ്റൊരു നീക്കം നടക്കുന്നത്. വെള്ളിയാഴ്ച ഗസയിലെ സൈനികരെ സന്ദർശിച്ച സമീർ ഗസ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ സൈന്യം ഉടൻ കൈവരിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഗസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എന്ന ഇസ്രായേൽ സൈന്യത്തിനുള്ളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിലുള്ള പൊതു അഭിപ്രായത്തിൻ്റെ ബഹിർപ്രകടനമാണ് ഇക്കണ്ടത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത സഹായിയാണ് നാദൽ ഐഷൽ. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ഈ യുദ്ധത്തിൻ്റെ ദുരന്തം ഇസ്രായേലെല്ലാം മറന്നു കാണും എന്ന് അദ്ദേഹം പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതും യുദ്ധം ഉടൻ അവസാനിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ നെതന്യാഹു ദുർബലനായ ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ കരുത്തനായിട്ടുണ്ട്. ട്രംപ് നെതന്യാഹുവിന്മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാൽ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകും. പക്ഷേ ടോട്ടൽ വ്യക്തതയ്ക്കായി നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്ന യുദ്ധലക്ഷ്യങ്ങളൊന്നും ഇതുവരെ നേടാനുമായിട്ടില്ല.